തൃശൂർ നഗരത്തിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങളുമായി അഗസ്റ്റിൻ ചേരുന്നുണ്ട്. അഗസ്റ്റിൻ, ഇപ്പോൾ ഏത് മേഖലയിലാണുള്ളത്? അവിടെ എന്താണ് സ്ഥിതി? നിതീഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് മുണ്ടുപാലം ജംഗ്ഷനിലാണ്. അതായത് കുരിയച്ചിറ റോഡിൽ മുണ്ടുപാലം ജംഗ്ഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് മുണ്ടുപാലം ജംഗ്ഷനിൽ നിന്ന് മിഷൻ ക്വാർട്ടേഴ്സിലേക്കുള്ള വഴിയിൽ ശക്തമായ വെള്ളക്കെട്ടുണ്ട്. മുണ്ടുപാലം ജംഗ്ഷനിലും അല്പം വെള്ളക്കെട്ടുണ്ട്. അല്പം മുമ്പ് പെയ്ത കനത്ത മഴയിൽ ഇവിടെ ഏതാനും കടകളിലേക്കും അതുപോലെ തന്നെ വർക്ക്ഷോപ്പുകളിലേക്കും വെള്ളം കയറിയ സാഹചര്യം ഉണ്ടായി. എന്നാൽ വെള്ളം ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ മഴ ഏകദേശം നിലച്ച മട്ടാണ്. അതിനാൽ തന്നെ നഗരത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നെല്ലാം വെള്ളം ഒഴിഞ്ഞു പോയിരിക്കുകയാണ്. തൃശൂർ സ്വരാജ് റൗണ്ട്, ശക്തൻ സ്റ്റാൻഡ്, അതുപോലെ തന്നെ ഇക്കണ്ടവാരി റോഡ്, ഈ 3 സ്ഥലങ്ങളിൽ നിന്നും വെള്ളം നിശേഷം ഒഴിഞ്ഞു പോയ സ്ഥിതിയാണുള്ളത്. ഇപ്പോൾ അല്പം പോലും ആ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടില്ല. ഇവിടെ മാത്രം, അതായത് മുണ്ടുപാലം ജംഗ്ഷൻ, പിന്നെ പൂങ്കുന്നം ഭാഗത്തെ താഴ്ന്ന പ്രദേശങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇപ്പോൾ വെള്ളക്കെട്ട് അവശേഷിക്കുന്നത്. അത് ആ വെള്ളം ഒഴുകി പോകാനുള്ള ഒരു കാലതാമസം മാത്രമേ അതിനെടുക്കൂ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം തൃശൂർ നഗരത്തിന്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ, തൃശൂർ നഗരം ഒരു ആമയുടെ പുറംഭാഗം പോലെയാണ്. അതായത് ഒരു കുന്നിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു നഗരം പോലെയാണ് തൃശൂർ നഗരം. മഴ പെയ്യുന്ന സമയത്ത്, കനത്ത മഴ പെയ്യുന്ന സമയത്ത് വെള്ളം കുത്തിയൊലിച്ച് ഒഴുകുമ്പോഴുണ്ടായ കുറച്ചു നേരത്തേക്കുള്ള വെള്ളക്കെട്ടാണ് തൃശൂർ സ്വരാജ് റൗണ്ടിലും മറ്റും കുറച്ചു നേരത്തെ അനുഭവപ്പെട്ടത്. എന്നാൽ വെള്ളം ഒഴുകിപ്പോയതോടെ ഈ പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ടിൽ നിന്ന് ഒഴിവാവുകയും വളരെ സുരക്ഷിതമായ സ്ഥലങ്ങളായി മാറുകയുമായിരുന്നു. ഇപ്പോൾ വെള്ളക്കെട്ട് ഉള്ള പ്രദേശങ്ങൾ അശ്വനി ഭാഗമായാലും മുണ്ടുപാലം ജംഗ്ഷൻ ആയാലും അതുപോലെ തന്നെ പൂങ്കുന്നത്തിന്റെ പ്രാന്തപ്രദേശങ്ങളായാലും താഴ്ന്ന പ്രദേശങ്ങളായതിനാൽ അവിടെ വെള്ളക്കെട്ട് നിലനിൽക്കുന്നുണ്ട്. നിതീഷ്, അഗസ്റ്റിൻ, അവിടെ വാഹന ഗതാഗതമൊക്കെ സുഗമമായി നടക്കുന്നുണ്ടോ? തൃശ്ശൂർ ഈ ശക്തൻ സ്റ്റാൻഡിൽ നിന്നുള്ള ബസ്സുകളെല്ലാം അതുപോലെ തന്നെ സർവീസ് നടത്തുന്നുണ്ടോ? തീർച്ചയായും ശക്തൻ സ്റ്റാൻഡിൽ നിന്നും അതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ മുണ്ടുപാലം ജംഗ്ഷനിലൊക്കെ വാഹനങ്ങൾ യാതൊരു തടസ്സവുമില്ലാതെ സർവീസ് നടത്തുകയാണ്. കണ്ടവാരി റോഡിലായാലും സ്വരാജ് റൗണ്ടിലായാലും യാതൊരു പ്രശ്നങ്ങളും ഇപ്പോൾ നിലവിലില്ല. നിതീഷ്, മഴയുടെ ശക്തി അല്പം കുറഞ്ഞു എന്നുള്ളൊരു ആശ്വാസ വാർത്തയാണ് അഗസ്റ്റിൻ പങ്കുവയ്ക്കുന്നത്. പലയിടങ്ങളിൽ നിന്നും വെള്ളം ഒഴിഞ്ഞു പോയിട്ടുണ്ട്. തൃശ്ശൂർ നഗരത്തിലെ പലയിടങ്ങളിലും വെള്ളം ഒഴിഞ്ഞു പോയിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. വാഹന ഗതാഗതമെല്ലാം തന്നെ സുഗമമായി തന്നെ വരുന്നുണ്ട്. എങ്കിലും ഇടവിട്ട് ശക്തമായി മഴ പെയ്യുന്നതാണ് ഒരു ആശങ്കയ്ക്ക് വക നൽകുന്നത്. പലയിടങ്ങളിലും ആ രീതിയിലുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. മഴയുടെ ശക്തി അല്പം കുറഞ്ഞാലും പിന്നീട് മഴ ശക്തമായി തന്നെ പെയ്യുന്നു. അത് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടിന് ഇടയാക്കുന്നു. അശ്വിനി ആശുപത്രി പരിസരം, ഒപ്പം തന്നെ പാട്ടൂരായ്ക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളത്. അഗസ്റ്റിൻ സൂചിപ്പിച്ച പോലെ ഇക്കണ്ടവാരിയ റോഡ്, ശക്തൻ നഗർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നെല്ലാം തന്നെ വെള്ളം ഒഴുകിപ്പോയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ സംഭവമാണെങ്കിൽ പറയാം, എനിക്കാണ് കാര്യമില്ല. അതായത് വെള്ളമൊക്കെ ഇറങ്ങി തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ കൊണ്ടുവന്നല്ലേ പോകുന്നത്. ചില പോകുന്നുണ്ട്.